നമുക്ക് ഇന്ന് ഓണസദ്യ വിഭവത്തിൽ 9ാമത്തെ വിഭവമായിട്ട് നമുക്ക് പുളിഞ്ചി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞ് വയ്ക്കണം. പിന്നെ പുളി ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ച് വയ്ക്കണം. പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കൂടെ അരിമണി ഇട്ട് കൊടുക്കണം കുറച്ച്. പിന്നെ ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കുക, പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുക, കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നല്ല അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓർഗാനിക് കായാണ്, അതിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ, മറ്റേ ബ്രൗൺ ഷുഗർ, എന്താ പറയുക, ഓർഗാനിക് ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കയ്യിൽ ഇതുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ കല്ലുപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ വറ്റിക്കുക. നല്ലപോലെ തിളപ്പിച്ച് കുറച്ച് നേരം വേണം വറ്റി വരാനായിട്ട്. നന്നായിട്ട് വറ്റി കുറുകി വരുമ്പോൾ നമുക്കത് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പുളിഞ്ചിയാണ്. നമുക്ക് പായസമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് നാവിലൊന്ന് തൊട്ട് കൊടുത്താൽ എന്ത് ടേസ്റ്റാണല്ലേ, എന്ത് സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഓണസദ്യ വിഭവത്തിലെ അടുത്ത വിഭവമായിട്ട് വരാം. അതുവരെ കാത്തിരിക്കൂ.